24 വർഷങ്ങൾക്ക് മുൻപ് തിയേറ്ററിൽ പരാജയപ്പെട്ട ഒരു സിനിമ 2024 4K ഡോൾബി അറ്റ്മോസിൽ റിലീസ് ചെയ്യുകയാണെന്നല്ല ചെയ്തു കഴിഞ്ഞു. എക്സ്ട്രാ ഓർഡിനറി റിപ്പോർട്ടാണ് സിനിമയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഏത് സിനിമയാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. യെസ്, നമ്മുടെ ലാലേട്ടൻ്റെ മാസ്റ്റർ പീസ് മൂവി ദേവദൂതനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അന്നത്തെ ആ ഒരു കാലഘട്ടം, 2000 കാലഘട്ടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നരസിംഹത്തിൻ്റെ ഒക്കെ ഒരു സമയമാണ്. ലാലേട്ടൻ മീശ വിരിക്കുമ്പോഴാണ് തിയേറ്റർ അങ്ങോട്ട് ഇളകി മറിയുന്നത്. പക്ഷേ ആ ഒരു സമയത്ത് പ്രത്യേക ഒരു ജോണറിൽ വന്ന ഈ ഒരു സിനിമ കാണുന്ന സമയത്ത് ഒരുപക്ഷെ ആൾക്കാർക്ക് അത്ര കണ്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ട് കാണത്തില്ല. അന്നത്തേക്ക് ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കൂട്ടം ആൾക്കാരുടെ ഒരു അഭിപ്രായം എന്താണോ അതിനനുസരിച്ചിട്ട് പോകുക എന്നുള്ളതായിരുന്നു നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഇതേ കാലം മാറി. ഇന്നത്തെ ഈ ഒരു യങ് ജനറേഷൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഡിവിജ്വൽ ഒപ്പീനിയൻസിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാലഘട്ടമാണ്. കറക്റ്റ് അല്ലേ? അതായത് വ്യക്തിപരമായിട്ട് നമ്മൾ പറയുന്ന അഭിപ്രായങ്ങൾക്ക് നല്ല വാല്യൂ ഉള്ള ഒരു സമയമാണ്. ഇപ്പോൾ നമ്മളൊരു ഫേസ്ബുക്കിൽ കുറിക്കുന്ന ഒരു ചെറിയ പ്രസ്താവനയ്ക്ക് പോലും നല്ല വാല്യൂ ഉണ്ട്. അപ്പോൾ എന്തായാലും ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ദേവദൂത സിനിമയെ പറ്റിയിട്ട് പല പ്ലാറ്റ്ഫോമുകളിലും വളരെയധികം ചർച്ച ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് എന്തായാലും തിയേറ്ററിൽ സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ മോനെ എക്സ്ട്രാ ഓർഡിനറി റിപ്പോർട്ടാണ് സിനിമയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ജൂലൈ 26 സിനിമ റിലീസായത്. ഓക്കെ, 27 കഴിഞ്ഞത്, ഇന്ന് 28. ഇന്ന് നമ്മൾ സിനിമയുടെ ബുക്കിംഗ് നോക്കുന്ന സമയത്ത് ഇപ്പോൾ കൊച്ചി നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല തിയേറ്ററുകളിലും നമ്മൾ ബുക്ക് മെഷീൻ നോക്കുന്ന സമയത്ത് ഇങ്ങനെ ഓറഞ്ച് കത്തി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ഈ ഓറഞ്ച് കത്തി നിൽക്കുക എന്ന് പറയുമ്പോൾ അറിയാലോ, അതായത് അത്രയും ബുക്കിംഗ് ആണ് സിനിമയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കൊച്ചിയിലെ പല തിയേറ്ററുകളുടെ അവസ്ഥ ഏതാണ്ട് ഇതൊക്കെ തന്നെയാണ് കേട്ടോ. വനിതാവിനിതിലൊക്കെ ഹൗസ്ഫുൾ ഷോസാണ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ സിനിപോളിസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ മോനെ ഏതാണ്ട് 8 ഷോയ്ക്കാണ് ഒരു മലയാള സിനിമ, ഒരു റിലീസ് ചെയ്ത ഒരു മലയാള സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇടുന്നത് കേട്ടോ. അത് വേറെ, അതും ഓൾമോസ്റ്റ് ഷോസ് ഫുള്ളാണ്. അതിൽ തന്നെ സിനിപോളിസിൻ്റെ VIP ഇങ്ങനെ ഏതാണ്ട് ഹൗസ്ഫുള്ളായി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇനി നേരെ നമ്മുടെ തൃശ്ശൂരിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ രാഗം തിയേറ്റർ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അവരുടെ പാർക്കിംഗ് ഫുള്ളായതിൻ്റെ ഒരു വീഡിയോ. അതായത് തിയേറ്ററിൽ ഇനി സീറ്റില്ല, അതായത് ഹൗസ്ഫുള്ളായി പോയി. ഇപ്പോൾ നിങ്ങൾ ബുക്കിംഗ് നോക്കുന്ന സമയത്തും നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റത്തില്ല, കാര്യം ഓൾറെഡി ഷോ ഹൗസ്ഫുള്ളായി പോയി. അത്രയ്ക്ക് ഗംഭീരമായിട്ടുള്ളൊരു ഫീഡ്ബാക്കാണ് തൃശ്ശൂരിലും നമ്മുടെ ദേവദൂത സിനിമയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇനി നേരെ നമ്മുടെ ട്രിവാൻഡ്രത്തേക്ക് നോക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് എല്ലാ തിയേറ്റർ, പ്രത്യേകിച്ച് സിനിപോൾസിൻ്റെ കാര്യമൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ MOTയിൽ സിനിപോൾസ് ഉണ്ടല്ലോ, അപ്പോൾ അവിടുത്തെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് കുറേ അധികം ഷോസ് ഈ ഒരു സിനിമ കിട്ടിയിട്ടുണ്ട്. അത്രയ്ക്കധികം ഫീഡ്ബാക്കാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കൊല്ലത്ത് രേവതി സിനിമാക്സിൻ്റെ കാര്യം അത് തന്നെയാണ്. അപ്പോൾ ചുരുക്കം പറയുകയാണെന്നുണ്ടെങ്കിൽ കേരളം മൊത്തത്തിൽ ഇന്ന് പിന്നെ ഞായറാഴ്ചയും കൂടെ ആയതുകൊണ്ടേ വേറെ ലെവൽ എക്സ്ട്രാ ഓർഡിനറി ബുക്കിംഗ് ആണ് സിനിമയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും സിനിമ നന്നായിട്ട് എൻജോയ് ചെയ്ത് ആ പേരെഴുതി കാണിക്കുമ്പോൾ എല്ലാ ഷോയ്ക്കും ഒരു കയ്യടി ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. അപ്പം അതിന് ഒറ്റ പേരാണ് മിസ്റ്റർ മോഹൻലാൽ. അതാണ് ഇനി 24 വർഷം കഴിഞ്ഞാലും 40 വർഷം കഴിഞ്ഞാലും പുള്ളിയുടെ ഒരു സിനിമ, ഒരു മാസ്റ്റർ പീസ് സിനിമ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും കോണ്ടന്റ് വാല്യൂ വേറെ ലെവലാണ് കേട്ടോ. ആ സിനിമ കഴിഞ്ഞിട്ട് ലാലേട്ടൻ്റെ ആ ഫേസിനകത്ത് ഇങ്ങനെ ഡയറക്ടറിൻ്റെ പേര് സിബി മലയിൽ അങ്ങോട്ട് എഴുതി കാണിക്കുമ്പോൾ ആൾക്കാർ ഒരു കയ്യടി തുടങ്ങും. പക്ഷേ അവിടെ കൊണ്ട് നിർത്തത്തില്ല. കാര്യം ആൾക്കാർക്ക് എഴുന്നേറ്റ് പോകാൻ പറ്റത്തില്ല. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ പോലും തിയേറ്ററിൽ നിന്ന് ഇറങ്ങി പോകത്തില്ല. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മാസ്റ്റർ പീസ് സോങ്, നമ്മുടെ വിദ്യാസാഗർജിയുടെ ഗംഭീരമായിട്ടുള്ള ആ ഒരു എന്തരോ മഹാനുഭാവ ആ ഒരു സോങ് വരുന്നത് ആ ഒരു സമയത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയധികം ഫീഡ്ബാക്ക് സിനിമ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതുവരെ നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നല്ല ഒരു തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. 4K ഡോൾബി അറ്റ്മോസിലാണ് സിനിമ റീമാസ്റ്റർ ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ വേറെ ലെവൽ ഫീഡ്ബാക്കാണ് നമ്മുടെ ദേവദൂതന് കിട്ടിയത്. എന്തായാലും സിബി മലയിൽ ആ ഡയറക്ടർ അന്ന് അദ്ദേഹം ചിലപ്പോൾ ഒരുപാട് വിഷമിച്ചിട്ടുണ്ടായിരിക്കും. ഇത്രയും നല്ലൊരു സിനിമ ഞാൻ ചെയ്തിട്ട് എനിക്ക് ഒരു അഭിപ്രായം, ഒരു അംഗീകാരം കിട്ടിയില്ല. പക്ഷേ ഇന്നിപ്പോൾ ഈ ഒരു സമയത്ത് അതാണ് ഇത്രയും വർഷം വേണ്ടി വന്നു എന്നുള്ളതാണ്. അതാണ് എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്.